ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. നന്ദു എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്. ആണോ? ഇത്ര പെട്ടെന്നോ? ആ, ഇന്ന് ലെറ്റർ വന്നു. അവരൊന്നുകൂടി വിളിച്ച് കൺഫേം ചെയ്യും. അപ്പൊ എന്തായാലും ജോലിക്ക് പോകാൻ തീരുമാനിച്ചു അല്ലേ? ആ, അത് ശരി. ആപ്ലിക്കേഷൻ അയച്ച ആള് തന്നെ ചോദിക്കുന്നേ. ആപ്ലിക്കേഷൻ അയച്ചോന്നോ? ആരയച്ചു? ആരയച്ചോന്നോ? നന്ദു അയച്ചു. അങ്ങനെയല്ലേ എന്നെ വിളിച്ചേക്കുന്നേ? ഞാൻ അയച്ചിട്ടില്ല. മനസ്സിലായി. എന്തായാലും ജോലിക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോ ഉത്തരവാദിത്തം എനിക്കിരിക്കട്ടെ എന്നല്ലേ? അങ്ങനെയല്ല നന്ദു, സത്യമായിട്ട് ഞാൻ ഈ കമ്പനിയില് ഡീറ്റെയിൽസ് അയക്കി പോയിട്ട് എൻക്വയറി പോലും ചെയ്തിട്ടില്ല. ഇനിയിപ്പോ അമ്മയോ രജനീച്ചി ആയിരിക്കോ? ഇല്ല, രജനി ചേച്ചിയുടെ കയ്യിലാ ലെറ്റർ കിട്ടിയത്. അമ്മയും ഉണ്ടായിരുന്നു. അവരാരും അറിഞ്ഞിട്ടില്ല. ഇപ്പതേ നന്ദു അല്ല. ഇനി ശാരി ആയിരിക്കോ? അന്ന് ശാരി ഉള്ളപ്പോഴല്ലേ നീ ജോലിക്കാരിയും പറഞ്ഞത്? അവളും അല്ല. ഞാനിപ്പോ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏത് കമ്പനിയിൽ നിന്ന് ലെറ്റർ വന്നേ? ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻസ്. എവിടോ കേട്ടിട്ടുണ്ടല്ലോ. വഞ്ചൂര് AR ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാഞ്ചോ മറ്റോ. എന്താ നന്ദു? ഒന്നുമില്ല. കൊറേ പറയാനുണ്ട്. വാ. അമ്മേ, AR ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലേക്ക് ദേവി വന്ന അത് വേറെ ബ്രാഞ്ച് ആയിരിക്കും. നോക്കാം. നന്ദു. വരുന്നു. തടവിലാണെങ്കിലും ആഹാരം കൃത്യമായിട്ടുണ്ടാവും. കഴിക്കേ. എനിക്ക് വേണ്ട നിന്റെ ഭിക്ഷ. എന്നെ അറിയാലോ. ദേഷ്യം പിടിപ്പിക്കാതിരുന്നാ നിങ്ങൾക്ക് കൊള്ളാം. ദേ, വാശി കാണിച്ച പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും നിന്റെ എച്ചില് തിന്നാതിരുന്ന എന്റെ ആത്മാവിന് മോക്ഷം കിട്ടൂടാ. ആത്മാവ് മോക്ഷം തേടി പോകുന്നതൊക്കെ കൊള്ളാം. പോകുന്നതിന് മുമ്പ് ആ രേഖകളിൽ ഒന്ന് ഒപ്പിട്ട് തന്നേക്കണം. ഇല്ലെങ്കിലോ? അതെന്തിനാ ചേച്ചി എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്? അപ്പൊ കണ്ടോ? എടാ, നീ എന്റെ മുന്നിൽ നിന്ന് പോകുന്നുണ്ടോ? എനിക്ക് നിന്നെ കാണണ്ട. പെട്ടെന്ന് അങ്ങനെ പോവാനല്ലല്ലോ ചേച്ചി ഞാൻ മൈസൂരിൽ നിന്ന് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് വന്നത്. അളിയൻ എന്നെ അടുപ്പിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ചേച്ചിക്ക് ഞാനില്ലാതെ പറ്റില്ലായിരുന്നു. സുവർണാവസരം. ചേച്ചിക്ക് വേണ്ടി ഞാൻ ചത്ത പണിയെടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ മനസ്സിലുള്ളത് ഇപ്പൊ അളിയന്റെ പേരിലുള്ള ആ കമ്പനിയും പ്രോപ്പർട്ടിയും ഒക്കെ തന്നെ ആയിരുന്നു. എല്ലാം കഴിഞ്ഞ് ചേച്ചി അങ്ങ് വലിയ ഹരിശ്ചന്ദ്രയായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുമോ? മോനെ, അർഹതയില്ലാത്ത പണം നമുക്ക് എന്തിനാടാ? നമുക്കത് തിരിച്ചു കൊടുക്കാം. അത് ചന്ദ്രോത്തുകാരുടെ വകയാ. എന്റെ ചേച്ചി, വല്ലവന്മാരുടെയും വകയാണ് എന്റെ വരുമാനം. എന്ന് വെച്ചാ മറ്റുള്ളവർ സമ്പാദിച്ചു വെക്കുന്നു, ഞാൻ അവരെ ഭീഷണിപ്പെടുത്തി തട്ടിയെടുക്കുന്നു. ഇന്നലെ അങ്ങനെ ആയിരുന്നു, ഇന്നും അങ്ങനെയാണ്, നാളെയോ അങ്ങനെ ആയിരിക്കും. ഈ സത്യവും ധർമ്മവും നീതിയൊക്കെ ചേച്ചി ഏതെങ്കിലും ആശ്രമത്തിൽ ചെന്ന് ഗുണപാഠ ക്ലാസ് എടുത്താൽ മതി. ആ ഭക്ഷണം എടുത്ത് കഴുകി.